ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ ഏകോ മന്ത്രത്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ശ്രീശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ ശ്ലോകമാണിത്. സ്വാമികൾ പറയുകയാണ്, ദേവകീപുത്രനായ ശ്രീകൃഷ്ണൻ ഗാനം ചെയ്ത ഗീത ഒന്ന് മാത്രമാണ് ഈ ലോകത്തിൽ എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരേയൊരു ശാസ്ത്രം. ദേവകീപുത്രൻ മാത്രമാണ് ഒരേയൊരു ദേവൻ, അദ്ദേഹത്തിന്റെ നാമങ്ങൾ മാത്രമാണ് ഒരേയൊരു മന്ത്രം. ആ ദേവന്റെ സേവ തന്നെയാണ് നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർമ്മം. എത്ര ഋതുഭേദങ്ങൾ ഓടിയകന്നാലും എത്ര യുഗങ്ങൾ വന്നുപോയാലും ഭഗവത്ഗീതയ്ക്ക് തുല്യം ഭഗവത്ഗീത മാത്രം. പോർവിളിയും ഭേരിയും മുഴക്കി ആത്മബലവും വിശ്വാസവും ഉത്തേജിപ്പിച്ചാണ് ഓരോ പോരാളിയും യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. വിജയം അല്ലെങ്കിൽ മരണം. മറ്റൊരു മന്ത്രവും ആ മനസ്സ് ഉരുവിടുകയേയില്ല. പക്ഷേ തന്റെ മുന്നിൽ അണിനിരന്നിരിക്കുന്ന താൻ പോരാടേണ്ടുന്നവരെ കണ്ടപ്പോൾ ഒരു നിമിഷം ആ ധീര പോരാളിയുടെ മനസ്സ് പതറിപ്പോയി. ഉറ്റ ബന്ധുക്കളെയും സതീർത്ഥ്യരെയും തോഴരെയും കണ്ട് അവർക്ക് നേർക്ക് തൊടുക്കുവാൻ ആവനാഴിയിൽ നിന്നും അമ്പുകൾ എടുക്കാനാവാതെ കൈ മരവിച്ച് തളർന്ന് അർജുനൻ യുദ്ധത്തേരിൽ ഇരുന്നുപോയി. സർവജീവജാലങ്ങളിലും ഒരുപക്ഷെ മനുഷ്യനു മാത്രമായുള്ള സ്നേഹത്തിന്റെ നൈർമല്യത്തിന്റെ വികാരപരമായ ഒരു തേങ്ങൽ അതിനെ അതിജീവിച്ചിരുന്നുവെങ്കിൽ ലോകത്തിന്റെ പ്രമാണഗതി തന്നെ മാറിപ്പോയേനും. നിയതവും നിശ്ചിതവുമായ പ്രപഞ്ച പ്രയാണരേഖയുടെ നേർചലനത്തിനും അധർമ്മത്തിൽ നിന്നും ജീവജാലങ്ങളെ ധർമ്മപാതയിലേക്ക് നയിക്കുന്നതിനുമായി നിയോഗിക്കപ്പെട്ട ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കരമായിരുന്നു തളർന്ന അർജുനനെ വീണ്ടും വില്ലാളി വീരനാക്കുക എന്നത്. അർജുനന്റെ തേരാളി മാത്രമായിരുന്നില്ല കൃഷ്ണൻ, സർവജീവജാലങ്ങളുടെയും സംരക്ഷകനായിരുന്നു ഭഗവാൻ. ധർമാധർമ്മങ്ങളെ വേർതിരിക്കുന്ന ഇനിയും തിരിച്ചറിയാനാകാത്ത അതിർവരമ്പുകളും വഴിത്തിരിവുകളും പകച്ചുപോകുന്ന മാനവന് അന്നും ഇന്നും ആശ്രയിക്കാവുന്ന ഒരേയൊരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവാന്റെ ഉപദേശം, ഗീതോപദേശം, ഭഗവാന്റെ അമൃതവാണി. ലോകഭോഗങ്ങളിൽ തീവ്ര വിരക്തി വന്നവർക്കും ജ്ഞാനപ്രാപ്തിക്ക് മാത്രമായിട്ട് സർവേശ്വരനെ ശരണം പ്രാപിക്കുന്നവർക്കും മാത്രമേ സർവ്വദുഃഖങ്ങളുടെയും മൂലഹേതുവായ അജ്ഞാനത്തിന്റെ നാശവും അതിലൂടെ ജ്ഞാനവും ആനന്ദവും ലഭിക്കൂ. സാധനാചതുഷ്ടമായ സമ്പത്തുള്ളവനാണ് ഗീതാശാസ്ത്രത്തിന് അധികാരിയെന്ന് 1-ാം അധ്യായത്തിൽ പറയുന്നു. ജീവിതത്തിന്റെ സമഗ്ര സ്വരൂപ വിവരണമാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഗീതയുടെ സാരസംഗ്രഹമാണ് 2-ാം അധ്യായമായ സാഖ്യയോഗം. അജ്ഞാനജന്യമായ ശോകം നിമിത്തം തളർന്നിരുന്ന അർജുനനെ ജ്ഞാനിയാക്കി മാറ്റാൻ ഭഗവാൻ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും ഉപദേശിക്കുന്നു. ദേഹം നശ്വരവും ആത്മാവ് അനശ്വരവുമാണ്. ദേഹവും ആത്മാവും ഒന്നല്ല, ഇതറിയുന്നവന് ദുഃഖമില്ല. ശോകമോഹങ്ങളിൽ നിന്ന് മുക്തനാകണമെങ്കിൽ ആത്മബോധം നേടണം. ഈ ബോധമാണ് സാഖ്യബുദ്ധി. സുഖദുഃഖരൂപത്തിലുള്ള കർമ്മഫലം അനുഭവിക്കുമ്പോൾ ലക്ഷ്യബോധത്തോടെ ബുദ്ധിയെ ആത്മനിഷ്ഠമാക്കി ഉറപ്പിച്ചുകൊണ്ട് സമനില അഭ്യസിക്കണം. ഇതാണ് യോഗബുദ്ധി. കർമാനുഷ്ഠാനവസരങ്ങളിൽ ഫലസംഗം വെടിഞ്ഞ് യോഗബുദ്ധിയോടെ ചെയ്യുന്ന കർമ്മമാണ് കർമ്മയോഗം. ഇനിയും നമുക്ക് 3-ാം അധ്യായമായ കർമ്മയോഗമാണ് പഠിക്കേണ്ടത്. അധ്യായം 3 കർമ്മയോഗം. അധ തൃതീയോധ്യായഃ. അധ തൃതീയോ അധ്യായ കർമ്മയോഗോ നാമഃ. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മഥാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജായസി ചേത് കർമ്മണസ്തേ മഥാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, കേശവ, ഹേ കേശവ,
കർമ്മണഃ ഫലോന്മുഖമായ കർമ്മത്തെക്കാൾ ബുദ്ധിഹി ബുദ്ധി അഥവാ ജ്ഞാനം തേ അങ്ങേക്ക് ജായസി ശ്രേഷ്ഠതരമാണെന്ന് മതാചേത് അഭിപ്രായമുണ്ടെങ്കിൽ തത്മാം അതുകൊണ്ട് തന്നെ ഘോരേ ഭയാനകമായ കർമ്മണി കർമ്മത്തിൽ കിം നിയോജയസി എന്തിനു നിയോഗിക്കുന്നു? ഭൗതിക ശരീരങ്ങളുടെ നാശത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖസാഗരത്തിൽ മുഴുകിയ അർജുനനെ ഉദ്ധരിക്കാനായി ഭഗവാൻ ആത്മസ്വരൂപം വിവരിച്ചു. തുടർന്ന് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായം എന്ന നിലയ്ക്ക് ബുദ്ധിയോഗം ഉപദേശിച്ചു. ആ ഉപദേശം ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉളവാക്കിയേക്കാം. നിഷ്ക്രിയത്വമല്ലേ ബുദ്ധിയോഗത്തിന്റെ കാതൽ എന്ന് അർജുനൻ പോലും സംശയിച്ചുപോയി. ആധ്യാത്മിക ജ്ഞാനത്തിന് ഉന്മുഖമായ ബുദ്ധി കർമ്മനിരതവും സംഘർഷഭരിതവുമായ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങിയുള്ള തപശ്ചര്യയായി തന്നെ ആരും കരുതിപ്പോകും. ഈ ബുദ്ധിയോഗത്തിന്റെ മറപറ്റി യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറാമെന്ന് പോലും അർജുനൻ ചിന്തിച്ചു. മാത്രമല്ല അക്കാര്യം വ്യക്തമായി ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു. ഒരു ഉത്തമ ശിഷ്യന്റെ രീതിക്ക് തന്നെ അർജുനൻ തനിക്കുണ്ടായ സംശയം ഭഗവാനോട് ചോദിക്കുകയാണ്. കൃഷ്ണ, ജനാർദ്ദന, അങ്ങ് പറഞ്ഞതൊക്കെ ശ്രദ്ധാപൂർവം കേട്ടപ്പോൾ തോന്നിയ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. കർത്താവും കർമ്മവുമൊന്നും ശേഷിക്കേയില്ലെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഈ യുദ്ധമാകുന്ന നരഹത്യ എന്ന ഘോര കർമ്മത്തിന് അങ്ങ് എന്നെ പ്രേരിപ്പിക്കുന്നത്? അങ്ങ് കർമ്മങ്ങളെയെല്ലാം നിരാകരിക്കുന്നു. ബുദ്ധിയോഗമാണ് ശ്രേഷ്ഠമെന്നും വ്യക്തമായി പറഞ്ഞു. ഈ കർമ്മം ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കൂട്ടക്കൊല ചെയ്യാൻ അങ്ങ് എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ രഹസ്യം? മനസ്സിലാക്കാൻ വിഷമം തോന്നുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് അങ്ങ് ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്നാലും. ബുദ്ധി എന്നിവിടെ പറഞ്ഞത് കേവല ജ്ഞാനത്തെയോ സാഖ്യബുദ്ധിയെയോ അല്ല. ബുദ്ധിയെ സാഖ്യബുദ്ധിയെന്നും യോഗബുദ്ധിയെന്നും ഭഗവാൻ തന്നെ വിഭജിച്ചു. യോഗബുദ്ധിയെ ആശ്രയിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇപ്പറഞ്ഞ രണ്ട് ബുദ്ധികളും പരസ്പര ആശ്രിതങ്ങളാണ്. ചിലരിൽ യോഗബുദ്ധിയും മറ്റു ചിലരിൽ സാഖ്യബുദ്ധിയും പ്രധാനമായിരിക്കും. ഈ ബുദ്ധിഭേദം പിന്നീട് മാറ്റമുണ്ടാകുകയും ചെയ്യും. വീണ്ടും അർജുനൻ ചോദിക്കുകയാണ്, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണ ഇവ ദ്വയാർത്ഥമുള്ളതുപോലെ തോന്നിക്കുന്ന വാക്യേന വാക്യത്താൽ മേ ബുദ്ധി എന്റെ ബുദ്ധിയെ മോഹയസി ഇവ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. ഏന യാതൊന്നുകൊണ്ട് അഹം ശ്രേയഃ ആപ്നുയാം ഞാൻ ശ്രേയസ് നേടുമോ. തത് ഏകം അതൊന്ന് നിശ്ചിത്യ നിശ്ചയിച്ചുറച്ചിട്ട് വധ പറഞ്ഞു തന്നാലും. ഭഗവാനെ, കൃഷ്ണ, അങ്ങ് എന്തൊക്കെയോ പറഞ്ഞു. ശ്രദ്ധയോടെ തന്നെ കേട്ടിട്ടും ഞാൻ കുഴപ്പത്തിലായിരിക്കുന്നു. ബുദ്ധിയോഗം, ബുദ്ധി കൊണ്ട് നേടാവുന്ന ഇന്ദ്രിയ നിഗ്രഹം, ഫലകാംക്ഷയില്ലാത്ത കർമ്മം തുടങ്ങി എന്തൊക്കെയാണ് പറഞ്ഞത്. ആകെ കൂടി കൂട്ടിക്കൊഴിച്ച് എന്റെ ബുദ്ധിയെ അങ്ങ് കുഴക്കുകയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ ജിജ്ഞാസയെ അങ്ങ് ശമിപ്പിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ ആകെക്കൂടി ഒരു മൂടൽ പോലെ ചില അവ്യക്താശയങ്ങൾ കടന്നുകൂടുകയും ചെയ്തു. വ്യക്തമായ ഒരു ബോധമുണ്ടായില്ല. അത് നേടാനാണ് എന്റെ മോഹം. ഈ ഗൂഢമായ സിദ്ധാന്തങ്ങൾ എന്റെ ഗ്രഹണശക്തിയുടെ പരിധിക്ക് പുറത്തു നിൽക്കുന്നവയാണ്. അതും ഇതും മറ്റു പലതുമൊക്കെ പറഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ രീതിയിൽ എന്നെ കുഴപ്പത്തിലാക്കരുതേ ഭഗവാനെ കൃഷ്ണ. ഒന്ന് തീർത്തു പറഞ്ഞു തന്നാലും. ഏതാണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്? ഇഹത്തിലും പരത്തിലും ശ്രേയസ് നൽകുന്നത് എന്താണെന്ന് തീരുമാനിച്ച് പറഞ്ഞു തരാൻ ദയവുണ്ടാകുക. ഈ ഇഹത്തിലും പരത്തിലും ശ്രേയസ് നൽകുന്നത് എന്താണെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചെനിക്കൊന്ന് പറഞ്ഞു തരുവോ? ഭഗവാൻ ആദ്യം സാഖ്യബുദ്ധിയും പിന്നീട് യോഗബുദ്ധിയും ഉപദേശിച്ചു. എന്നിട്ട് ക്ഷത്രിയ ധർമ്മം എന്ന നിലയ്ക്ക് ഘോരമായ യുദ്ധം ചെയ്യാനും നിർദ്ദേശിച്ചു. ഇപ്പറഞ്ഞ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ബുദ്ധി ശ്രേയസ്കരമാണെങ്കിൽ എന്തിന് കർമ്മമനുഷ്ഠിക്കുന്നു? കർമാനുഷ്ഠാനം എന്ന പേരിൽ ഈ വിധം ഒരു ഘോര യുദ്ധം ചെയ്യണമോ?
ഈ മാതിരിയുള്ള സമസ്യകൾ അർജുനന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. അതുകൊണ്ടാണ് ശ്രേയസ്കരമായ ഒന്ന് തീർച്ചയാക്കി പറഞ്ഞു തരൂ ഭഗവാനേ എന്ന് അർജുനൻ പറയുന്നത്. ഭഗവാൻ വ്യക്തമായി തന്നെ അരുളി ചെയ്തിട്ടും അർജുനന് ഈ വിധം സംശയങ്ങൾ ഉണ്ടാകുന്നത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും കർമ്മരഹസ്യത്തിന്റെയും അജ്ഞത കൊണ്ടാണ്. ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ് ഒതുക്കാനാകാത്ത വിഷയമാകയാൽ ഭഗവാൻ വിശദമായി അടുത്ത ശ്ലോകങ്ങളിൽ ഇതിന് ഉത്തരം നൽകുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും ഇത് കേൾക്കണം. നമ്മളോടാണ് ഭഗവാൻ പറയുന്നത്. എന്തെല്ലാം സംശയങ്ങളാണല്ലേ അർജുനന്, അതെല്ലാം നമ്മളുടെയും സംശയങ്ങളാണ്. നമ്മൾ ഭഗവാനോട് ചോദിക്കാനിരുന്നതാണ് അർജുനൻ ചോദിച്ചത്. അത് നമ്മളോട് ഭഗവാൻ ഉത്തരം പറയുകയാണ്. എല്ലാവരും കേൾക്കണം. ഹരേ കൃഷ്ണ.